ഹായ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കോളിഫ്ലവർ വെച്ചിട്ടുള്ള വളരെ ടേസ്റ്റ്ഫുൾ ആയിട്ടുള്ളൊരു മസാലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കണ്ട. ഈ മസാലക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയൊരു കോളിഫ്ലവർ ഇതുപോലെ ചെറുതായി അടർത്തിയെടുത്തത് ചൂടുവെള്ളത്തിൽ ഇട്ട് കഴുകിയതിന് ശേഷം വൃത്തിയായി കഴുകി വെച്ചതാണിത്. അതുപോലെ ഒരു 2 പൊട്ടാറ്റോ സ്ക്വയറായി കട്ട് ചെയ്തത്. അതിനുവേണ്ടി തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ ഈ 2 കോളിഫ്ലവറിൻ്റെ കഷ്ണങ്ങളും അതുപോലെ പൊട്ടറ്റോയുടെ കഷ്ണങ്ങളും ഒരു 1/4 ഭാഗത്തോളം ആദ്യം വേവിച്ചെടുക്കണം. അതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുത്തിരുന്നു. ഇതൊരു 2-3 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒന്ന് ഇളക്കി കൊടുത്തിരുന്നു. അല്പം വെള്ളം കൂടുതലുണ്ടായിരുന്നു. അല്പം വെള്ളം ഞാൻ കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റ് ഒരു 1/4 ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ച് വെള്ളം ബാക്കിയുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് ഈ കഷ്ണങ്ങൾ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം മൂത്ത് വരുമ്പോൾ 1 ടീസ്പൂൺ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചെടുത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായി ഇളക്കി കൊടുത്ത് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 2 ഉണക്കമുളക് ചെറിയ കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് നെടുക കീറിയത് ഇട്ട് കൊടുക്കാം. ഇതും കൂടി മൂത്ത് വന്നതിന് ശേഷം 2 സവാള ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി വഴണ്ടി വന്നാൽ മതി. ഗോൾഡൻ ബ്രൗൺ കളറാവേണ്ട ആവശ്യമില്ല. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു 1/2 മുറി നാളികേരം ചെരുവിയത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടി ചേർത്ത് ബാക്കിയുള്ള കൂട്ടിൻ്റെ കൂടെ ഒന്ന് നന്നായി വഴറ്റിയതിന് ശേഷം ഇനി ബാക്കിയുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇനി 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തത്. എരിവുള്ള മുളക് പൊടിയാണ്.
ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല. ഗരം മസാല ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചിക്കൻ മസാല വേറെ എന്തെങ്കിലും മസാല ചേർത്ത് കൊടുത്താലും മതി. ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിൻ്റെ എല്ലാം പച്ചമണം മാറി എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് 2 തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നന്നായി ഒന്ന് യോജിപ്പിച്ച് തക്കാളി നല്ലവണ്ണം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു 2 മിനിറ്റ് നേരം ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് വന്ന് ഞാൻ ഇളക്കി കൊടുത്തിരുന്നു. ഇപ്പോൾ പൊടികളും അതുപോലെ തക്കാളിയെല്ലാം നന്നായി വന്നിട്ടുണ്ട്. തക്കാളി ഉടയാത്തതുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഇതെല്ലാം ഞാൻ ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 3/4 ഭാഗം വേവിച്ച കോളിഫ്ലവറും അതുപോലെ പൊട്ടറ്റോയുടെ കഷ്ണങ്ങളും ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ മസാലയുടെ കൂടെ ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കഷ്ണങ്ങളെല്ലാം ആൾറെഡി നമ്മൾ വേവിച്ചെടുത്തതാണ്. ഇനി 1-2-3 മിനിറ്റ് കൊണ്ട് ഇത് നന്നായി യോജിപ്പിച്ചെടുത്താൽ മാത്രം മതി. ഇതെല്ലാം മസാലയുടെ കൂടെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ കഷ്ണം വേവിക്കുമ്പോൾ ഉപ്പിട്ട് കൊടുത്തതാണ്. ഉപ്പ് നോക്കിയതിന് ശേഷം മാത്രം ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി എല്ലാ ഭാഗത്തും ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി അവസാനമായിട്ട് 1/2 ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം മസാലക്കറിയുടെ ഫൈനൽ സ്റ്റേജായി. ഇതിൽ നമ്മൾ വെള്ളം തീരെ ചേർത്തിട്ടില്ല. ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു മസാലക്കറിയാണിത്. ഇനി അവസാനം നമ്മൾക്ക് കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞതിലേക്ക് തൂവി കൊടുക്കാം. വളരെ ടേസ്റ്റ്ഫുള്ളായിട്ടുള്ളൊരു മസാലക്കറിയാണിത്. ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയൊരു നല്ലൊരു കറിയാണ്. അപ്പോൾ ഇത് നമുക്ക് ചൂടോടുകൂടി ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഈ മസാലക്കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി വ്യത്യസ്തമായ റെസിപ്പിയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.